നീ ആദ്യം പാടിയ പാട്ട് പാടി ശരിയാക്കിയിട്ട് ബാക്കി പാട്ട് പാടിയാൽ മതി, പാട എന്ന് പറഞ്ഞു. ഇപ്പോൾ ആകെ കേൾക്കുകയാണ് മോഡീസ് ഗ്യാരണ്ടി, 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 ഗ്യാരണ്ടി. ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ മുൻപ് പറഞ്ഞ ഗ്യാരണ്ടികൾ എന്തായി എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞാൽ മതി. പഴയ ഗ്യാരണ്ടി എന്തായിരുന്നു? പഴയ ഗ്യാരണ്ടി എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ. ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിനുള്ളതാണ്, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ആറ്റിങ്ങൽ. ചെങ്കൊടിയുടെ നാടാണ് ആറ്റിങ്ങൽ. ബലികുടീരങ്ങളെ പാടിയാൽ ആ ബലികുടീരങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ഇളകി മറിയുന്ന നാടാണ് ആറ്റിങ്ങൽ. ആ ആറ്റിങ്ങലിന്റെ വിപ്ലവ ഭൂമികയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കയ്യബദ്ധം മാറ്റി തിരികെ പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ കയ്യിലെ തുറുപ്പുചിട്ടിറക്കിയിരിക്കുന്നു. ജയ് ഭീം എന്ന സിനിമയിൽ മനോഹരമായ ഒരു രംഗമാണ്. ജയ് ഭീമിൽ പ്രകാശ് രാജിന്റെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ്. ഒരു തമിഴ് ഓഫീസർ വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങിയതും ഈ പ്രകാശ് രാജിന്റെ കഥാപാത്രം കരണക്കുറ്റിക്ക് ഒരൊറ്റ അടിയാണ്. അടികൊണ്ട് തടവിട്ട് എന്തിനാണ് സാറേ എന്നെ അടിച്ചത് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശ് രാജിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഇതാണ്, തമിഴിൽ പേശറ എന്നാണ്. അതൊരു സിനിമയിലെ രംഗം മാത്രമല്ല. എന്താണ് RSSനോട് നമുക്കുള്ള എതിർപ്പ്? RSS ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. എന്താണ് ഭരണഘടന ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വത്തെ അവസാനിപ്പിച്ച് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. തിരുമലയിന് പ്രിയപ്പെട്ട തമിഴ്, എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട മലയാളം, കന്നഡക്കാരന് പ്രിയപ്പെട്ട കന്നഡ, തെലുങ്ക്, ഉറുദു എണ്ണിയാലൊടുങ്ങാത്ത പ്രാദേശിക ഭാഷകളുടെയും ഭാഷാ വ്യത്യാസങ്ങളുടെയും നാട്ടിൽ ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാവരും സംസാരിക്കണം, ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാം ഭക്ഷിക്കണം, ഞങ്ങൾക്കിഷ്ടപ്പെട്ട നിലയിൽ നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നെല്ലാം പറഞ്ഞാൽ ഓ സാറേ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനോട്ട് ചെയ്യണം? അത് ജയ് ഭീമിൽ കരണത്തടിച്ചതുപോലെ അടിയായിരിക്കണം. എന്തുകൊണ്ട്? ടെലിവിഷൻ തുറന്നാൽ മോദീസ് ഗ്യാരണ്ടി, ബോർഡിലാകെ മോദീസ് ഗ്യാരണ്ടി, 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 ഗ്യാരണ്ടി. എന്റെ നാട്ടിൽ പണ്ട് ഒരു ഗാനമേള സംഘം പാട്ടിന് വന്നു, ഒരു ഉത്സവപ്പുറം. ആദ്യത്തെ പാട്ട് പാടി ആൾക്കാരെല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു വൺസ് മോർ. അപ്പോ ഈ ഗായകൻ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ പാട്ട് വീണ്ടും പാടി. അടുത്ത ആളുകൾ വീണ്ടും എഴുന്നേറ്റ് പറഞ്ഞു ഒന്നുകൂടി ആ പാട്ട് പാടണം. ഇയാൾ വീണ്ടും പറഞ്ഞു നന്ദി, 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 നന്ദി. വീണ്ടും ആ പാട്ട് പാടി. മൂന്നാമത് വീണ്ടും ആളുകൾ എഴുന്നേറ്റ് പറഞ്ഞു വൺസ് മോർ, ഒന്നുകൂടി പാടൂ, ഒന്നുകൂടി പാടൂ, ആ പാട്ട് തന്നെ പാടും. ഇയാൾ കൺഫ്യൂഷനായി. ഇയാൾ പറഞ്ഞു വീണ്ടും ആ പാട്ട് പാടി. അടുത്ത് വീണ്ടും ആളുകൾ പറഞ്ഞു വീണ്ടും ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി ആ പാട്ട്, ഒരിക്കൽ കൂടി. അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഈ പാട്ട് തന്നെ എന്നെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഈ പാട്ട് പാടില്ലായോ? എത്രയോ പാട്ടുകളിൽ ഞാൻ പാടാനിരിക്കുന്നു. അപ്പോൾ ആളുകളെല്ലാവരും കൂടി എണീറ്റ് എന്ന് പറഞ്ഞു നീ ആദ്യം പാടിയ പാട്ട് പാടി ശരിയാക്കിയിട്ട് ബാക്കി പാട്ട് പാടിയാൽ മതി, പാട എന്ന് പറഞ്ഞു. ഇപ്പോൾ ആകെ കേൾക്കുകയാണ് മോഡീസ് ഗ്യാരണ്ടി, 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 ഗ്യാരണ്ടി. ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ മുൻപ് പറഞ്ഞ ഗ്യാരണ്ടികൾ എന്തായി എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞാൽ മതി. പഴയ ഗ്യാരണ്ടി എന്തായിരുന്നു? പഴയ ഗ്യാരണ്ടി എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ. പറഞ്ഞില്ലേ? മോദി മുതൽ സുരേന്ദ്രൻ വരെ നമ്മളോട് പറഞ്ഞ ഗ്യാരണ്ടി ആയിരുന്നു 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ. ഇപ്പോഴെത്രയാ വില? 100 കടന്നു, 198. അമ്മമാരിൽപ്പുണ്ട്, സഹോദരിമാരിൽപ്പുണ്ട്. പാചകവാതകം എന്തായിരുന്നു ഗ്യാരണ്ടി? സൗജന്യമായി പാചകവാതകം എത്തിക്കും, ഇതായിരുന്നില്ലേ ഗ്യാരണ്ടി? ഇപ്പോഴെത്രയായി? 1000 കടന്നു. ഇപ്പോ 100 രൂപ കുറച്ചിട്ടുണ്ട്. ഏതപ്പ? ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ
റെസ്റ്റോറന്റുകൾ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന് വില വേറെയാണ്. ഏത്? മോഡീസ് ഗ്യാരണ്ടി. ഇതാണ് ഗ്യാരണ്ടി. എന്തായിരുന്നു പഴയ ഗ്യാരണ്ടി? ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? താമര ചിഹ്നം കൂടി ചോട്ട് ചോദിക്കാൻ വരുമ്പോ വിളിച്ചിട്ട് ചോദിക്കണം, അണ്ണാ 15 ലക്ഷം അക്കൗണ്ടിൽ കിട്ടിയ ചോദിക്കണം. മോഡീസ് ഗ്യാരണ്ടി. എന്തായിരുന്നു പഴയ ഗ്യാരണ്ടി? രാജ്യസുരക്ഷ ഇല്ലേ? നെഞ്ചിന്റെ വീതി, രാജ്യത്തിനു കാവൽ. പുള്ളിക്കാരൻ പാർലമെന്റിനകത്ത് ഇരിക്കുമ്പോഴാണ് 3 പിള്ളേർ പാർലമെന്റിനകത്ത് പടക്കം പൊട്ടിച്ചത്. സുരക്ഷ ഗ്യാരണ്ടി. എന്തായിരുന്നു വേറൊരു ഗ്യാരണ്ടി? സ്ത്രീ സുരക്ഷ. മണിപ്പൂരിന്റെ തെരുവിൽ നഗ്നയായി നടത്തപ്പെട്ട സ്ത്രീകൾ എന്റെയും നിങ്ങളുടെയും വിരൽ തുമ്പിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. സ്ത്രീ സുരക്ഷ. തൊഴിൽ, എല്ലാവർക്കും തൊഴിൽ. അതായിരുന്നു പഴയ ഗ്യാരണ്ടി. എന്തായി ഇപ്പോഴാ ഗ്യാരണ്ടി? അഗ്നിപഥ്. ഞാനും തിരുമലയിലും ആദ്യമായി ഡൽഹിയിൽ ഒരുമിച്ച് സമരത്തിൽ പങ്കെടുക്കുന്നത്, ഒരുമിച്ച് AYF-ന്റെയും DYFI-യുടെയും സമരത്തിന് പടുത്തുയർത്തിയത് അഗ്നിപഥിനെതിരായിട്ടായിരുന്നു. അഗ്നിപഥിനെതിരെ നമുക്ക് പണ്ടൊക്കെ ഊഹിക്കാൻ കഴിയുമായിരുന്നു സൈന്യത്തിൽ കരാറുവൽക്കരണം. സൈന്യത്തിൽ കരാറുവൽക്കരണം. എല്ലാവർക്കും തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞു പോയാൽ സൈന്യത്തെ പോലും കരാറുവൽക്കരിച്ചു. മോദീസ് ഗ്യാരണ്ടി. എന്തു ഗ്യാരണ്ടി? നിങ്ങൾ പുതിയ ഗ്യാരണ്ടികളെ കുറിച്ച് പറയുമ്പോൾ പഴയതെന്തായി? വീട്ടിലേക്ക് BJP-ക്കാരൻ വോട്ട് ചോദിച്ചു വരുമ്പോൾ വിളിച്ചിരുത്തി ഒരു കട്ടൻ ചായ കൊടുത്തിട്ട് ഒരു കാര്യം ചോദിക്കണം, നോട്ടു നിരോധനത്തിന്റെ ഒരു ഗുണം പറയൂ ചേട്ടാ എന്ന് പറയണം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതില്ലേ, തെങ്ങിന്റെ 10 ഗുണം എഴുതുക, വാഴയുടെ 5 ഗുണം എഴുതുക, മാർക്ക് കിട്ടും. പണ്ട് പാഠം പിടിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കണം, നോട്ടു നിരോധനത്തിന്റെ 5 വേണ്ട, 10 വേണ്ട, ഒരു ഗുണം പറയൂ ചേട്ടാ. ഒരു ഗുണം പറയാൻ കഴിയുമോ? ഈ രാജ്യത്ത് തുഗ്ലക് പരിഷ്കാരങ്ങൾ നടത്തി, രാജ്യത്തെ ദളിതരെ വേട്ടയാടി. രാജ്യസഭയിൽ ഞാൻ തന്നെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം, മോദിയുടെ 10 വർഷത്തിനിടയിൽ 17% ദളിതർക്കെതിരായ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചത്. ദരിദ്രർക്കെതിരായ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചത്. ഈ മോദിയുടെ കാലത്ത് ചില പദങ്ങൾ അപ്രത്യക്ഷമായി, എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. കുറെ മനുഷ്യർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, കുറെ പദങ്ങൾ എലിമിനേറ്റ് ചെയ്തു, കുറെ സ്ഥാപനങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. SBT അങ്ങനെ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഒരുപാട് എലിമിനേഷൻ ഉണ്ടായി. നോട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ അപ്രത്യക്ഷ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, തുടച്ചു നീക്കപ്പെട്ടു. അതുപോലെ എലിമിനേറ്റ് ചെയ്യപ്പെട്ട എത്രയോ എത്രയോ മനുഷ്യർ, സാധാരണ. എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ ചില പദങ്ങൾ ഉണ്ടായി. ആ പദങ്ങളിൽ ഒന്നാണ് ബുൾഡോസർ രാജ്. സാധാരണക്കാരായും ദുർബലരുമായ മനുഷ്യരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹരിയാനയിലെ നൂഹിലേക്ക് പോയ ഒരാളാണ് ഞാൻ. തച്ചു തകർക്കപ്പെട്ട, ബുൾഡോസറുകൾ വന്ന് വീടുകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നു. കടകൾ, ജീവനോപാധികൾ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരത്തിയിരിക്കുന്നു. ആ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യരെ ഈ കണ്ടുകൊണ്ട് ഞങ്ങൾ കണ്ടു. ബുൾഡോസർ രാജ്. നീതിപീഠങ്ങളില്ല, വിചാരണകളില്ല, എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ. ഈ രാജ്യം കാണുന്ന കാഴ്ചയാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെയെല്ലാം കോൺഗ്രസ് എവിടെയാണ്? നമ്മുടെ നാട്ടിൽ ഒരു പൊതുവർത്തമാനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ചിന്തിച്ചു, ഇവിടെ അരിവാളിന് കൊടുക്കുകയല്ലേ, ഡൽഹിയിലേക്ക് കൈപ്പത്തിക്ക് കൊടുത്താൽ പോരെ. അതുകൊണ്ട് കഴിഞ്ഞ തവണ സമ്പത്ത് തോറ്റു. ഞാൻ ഹരിയാനയിലെ നൂഹിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ? CPIM-ന്റെ പ്രതിനിധി സംഘം നൂഹ് സന്ദർശിച്ചു ഹരിയാനയിൽ. CPI-യുടെ പ്രതിനിധി സംഘം ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ചു. കോൺഗ്രസിൽ നിന്നൊരാൾ ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ചില്ല. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് പേരില്ല ഇന്ത്യൻ പാർലമെന്റ്.
ആ പാർലമെന്റിൽ വിരലെണ്ണാവുന്ന ഞങ്ങളിൽ വീതം വെച്ചെടുത്ത് ഈ ദുഷ്കരമായ അപകടം പിടിച്ച ഇടങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ പോയിട്ട് തിരിച്ച് നൂറിൽ നിന്ന് പാർലമെന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പാർലമെന്റിലെ ക്യാന്റീനിൽ ഞാൻ കണ്ടു ആറ്റിങ്ങലിനെ എംപിയെ. എന്തേ അവർ പോകാത്തത്? എന്തേ അവർ ആ കടമ നിർവഹിക്കാത്തത്? ഡൽഹിയിൽ ജഹാംഗീർപുരി ACC ആസ്ഥാനത്ത് നിന്നും നടന്നു പോകാവുന്ന ദൂരമാണ്. ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വദ്രയും രാവിലെ വളർത്തുനായെയും പിടിച്ചു നടക്കാനിറങ്ങുന്നതിന്റെ അരികിലെന്ന് വേണമെങ്കിൽ പറയാം ജഹാംഗീർപുരി. ആ ജഹാംഗീർപുരിയിലാണ് സാധുക്കളായ മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളും കടകളും ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരത്തിയത്. നടക്കാനിറങ്ങുന്ന വഴിയിലെങ്കിലും വളർത്തുനായക്കൊപ്പം എന്തുകൊണ്ട് പ്രിയക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ തോന്നിയില്ല? എന്തേ അരുതെന്ന് പറയാൻ തോന്നിയില്ല? ആ പാഞ്ഞെടുത്ത ബുൾഡോസറുകളുടെ മുമ്പിൽ ചെന്ന് കൈ ഉയർത്തി അരുതു കാട്ടാള എന്ന് പറയാൻ ഒരു സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയുടെ പേര് സഖാവ് ബൃന്ദ കാരാട്ട് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഇടതു പോയാലും വലതു പോയാലും ഒരുപോലെയല്ലേ എന്ന് ഏതെങ്കിലും ഒട്ടർ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, പാർലമെന്റിനകത്ത് എഴുന്നേറ്റ് നിന്നുറക്ക വർത്തമാനം പറയാനും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാനും ഇന്ത്യയുടെ വിവിധ കോണുകളിൽ ദുർബലരായ മനുഷ്യരുടെ മുകളിലേക്ക് ബുൾഡോസറുകൾ കയറ്റുമ്പോൾ ചെന്നു നിന്ന് അരുതെന്ന് പറയാനും ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ഡൽഹിയിൽ പത്താളത്തരൂ ഞങ്ങൾ കരുതു കാട്ടിത്തരാം എന്ന് ഈ നല്ല നാടിനോട് വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ നിന്ന് നിങ്ങളല്ലാതെ ഈ നാട് ആറ്റിങ്ങൽ ഈ പാർലമെന്റ് മണ്ഡലങ്ങളിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കൂ. എപ്പോഴെല്ലാം ഡൽഹിയിൽ ഇടതിന് കരുത്തുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരു ബദൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളില്ല. ഞങ്ങളുടെ താല്പര്യം ഇന്ത്യൻ ഭരണഘടനയിലാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒടുവിലത്തെ ഇടതുപക്ഷ എംപിയും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും. ഞങ്ങളെ വിലക്ക് വാങ്ങാനാകില്ല. വിലക്ക് വാങ്ങാൻ കഴിയാത്ത ഒരാളെ നിങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണം. സഖാവ് വി ജോയ് നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണം. അയാളൊരു ഫൈറ്ററാണ്, പോരാളിയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ പ്രതിഷേധിച്ച് ജയിലിൽ പോയ ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ജയിലിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം 6:30 ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ആറ്റിങ്ങലിലെ എംപി തിരുവനന്തപുരത്തേക്ക് പറന്നയാളാണ്. ജോയ് പിന്തിരിഞ്ഞോടില്ല. ജോയ് ഫൈറ്ററാണ്. നമുക്ക് വേണ്ടി സംസാരിക്കും. ചെറിയ പ്രായത്തിൽ 25 വർഷക്കാലം നീണ്ടുനിന്ന കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിച്ച് അടൂരിൽ ഇടതുപക്ഷ ഭരണത്തിന് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട ജോയ് പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച പാർലമെന്ററി ലൈഫ് ഇതാ ഇന്ത്യയുടെ മഹത്തായ പാർലമെന്റിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതാ അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ബ്ലോക്കിൽ മത്സരിച്ചു, ജോയ് ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു, ജോയ് ജയിച്ചു. 3 ടീം ഹാട്രിക്. വർക്കല നിയമസഭാ മണ്ഡലത്തെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കാലം. വർക്കല തിരികെ പിടിക്കാൻ ഇടതുപക്ഷം വർക്കലേക്ക് ഒരാളെ അയച്ചു, ഞങ്ങളുടെ ജോയി പോയി. വർക്കല ജോയിക്കൊപ്പം പോയി. പ്രിയപ്പെട്ടവരെ, ആ ജോയി വർക്കല ആദ്യം വിജയിച്ചു. 2ാം തവണ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോയി മത്സരിക്കുമ്പോൾ ആകെ പോൾ ചെയ്തതിന്റെ 50% വോട്ട് ജോയി സ്വന്തമാക്കി. ഞാനിത് വിശദീകരിച്ചത് ഓരോ തിരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ വിശ്വാസ്യത, സ്വീകാര്യത, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കരുത്ത്, ജനങ്ങളുടെ സ്വന്തം ജോയിയായി, ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി നമ്മുടെ പ്രിയപ്പെട്ട ജോയി ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ നല്ല നാടിനോട് വിനയപുരസരം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ജോയിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിപ്പിക്കണം. ആറ്റിങ്ങൽ ഇടതുപക്ഷത്തിനുള്ളതാണ്, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ആറ്റിങ്ങൽ. ചെങ്കൊടിയുടെ നാടാണ് ആറ്റിങ്ങൽ. ബലികുടീരങ്ങളെ പാടിയാൽ ആ ബലികുടീരങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ഇളകി മറിയുന്ന നാടാണ് ആറ്റിങ്ങൽ. ആ ആറ്റിങ്ങലിന്റെ വിപ്ലവ ഭൂമികയിൽ എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ കഴിഞ്ഞ കയ്യബദ്ധം മാറ്റി തിരികെ പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ കയ്യിലെ തുറുപ്പുചീട്ടിറക്കിയിരിക്കുന്നു. ആ തുറുപ്പുചീട്ടിന്റെ പേരാണ് സഖാവ് വി ജോയ്